Hello friends, welcome to Electron College. We discuss the control system topics ആയിരുന്നു. അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് നോക്കി എന്താണ് സെൻസിറ്റിവിറ്റി കുറയ്ക്കും എന്നുള്ള ഫൈൻഡിങ്സ് നമ്മൾ നടത്തിയിരുന്നു അല്ലേ. സെൻസിറ്റിവിറ്റി കുറയ്ക്കും എന്നുള്ള ഫൈൻഡിങ്സ് നമ്മൾ നടത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം, നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റത്ത് റെഡ്യൂസസ് സെൻസിറ്റിവിറ്റി. ഓക്കെ, സെൻസിറ്റിവിറ്റി കുറയ്ക്കും. ഇതെല്ലാം ക്ലോസ് ലൂപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സെൻസിറ്റിവിറ്റി കുറഞ്ഞത്. എത്ര വെച്ച് കുറയുമെന്ന് പറഞ്ഞു, 1/1+GH ടൈംസ് അല്ലെങ്കിൽ 1/1+GH ഫാക്ടർ കുറയും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ അപ്പം നമ്മൾ സെൻസിറ്റിവിറ്റി എടുത്ത സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു G ആയിരുന്നു, ശരിയല്ലേ. G വിത്ത് റെസ്പെക്ട് ടു T ആണ് നമുക്ക് എത്ര കിട്ടിയത്, 1/1+GH എന്ന് കിട്ടിയത്. അതായത് G എന്ന് പറയുന്നത് നിങ്ങളൊരു സിസ്റ്റത്തിലെ, ഇതാണ് സിസ്റ്റം എങ്കിൽ G(s) ഇതാണ് H അല്ലേ. അപ്പം നമ്മുടെ ഈ പാരാമീറ്ററുകൾ ഈ Gയിൽ വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ Hൽ വരുമ്പോൾ എന്താ പ്രശ്നം നമുക്ക് നോക്കാം. അല്ല, പ്രശ്നമല്ല, Hൽ വരുമ്പോൾ എന്താണ് അതിൻ്റെ കാര്യമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സെൻസിറ്റിവിറ്റീൻ്റെ ബേസ് ചെയ്തിട്ട് ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. പിന്നെ ഒരു സിസ്റ്റം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ഒരു 100 ±10% ആണെന്ന് വിചാരിക്കും. ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് 9/100. ഓക്കെ, സിസ്റ്റം ഗെയിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ നമുക്കിതിൽ കണ്ടാൽ അറിയാം G 100 %G എത്രയാണ്, %G 10% ശരിയല്ലേ. ഇവിടെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് 10%. H എത്രയാണ്, 9/100 ആണ്. ക്ലിയർ. സാധാരണ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണ്, G/1+GH ആണ്. G/1+GH 100/1+100 × H എന്ന് പറയുമ്പോൾ 9/100. സോ ഉത്തരം വിൽ ബി 100/1+9, 100/10 10. അതാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഉത്തരം. നമ്മൾ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി, പക്ഷേ എത്ര ചേഞ്ച് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് % ചേഞ്ച് ഇൻ T ഈസ് ഈക്വൽ ടു 1/1+GH ഇൻറ്റു % ചേഞ്ച് ഇൻ T. നമുക്ക് T കിട്ടി, പക്ഷേ % ചേഞ്ച് ഇൻ T കിട്ടിയിട്ടില്ല അല്ലേ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കാണേണ്ടത്, സിസ്റ്റം ഗെയിൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/1+GH ഇൻറ്റു % ചേഞ്ച് ഇൻ G എത്രയാണ്, 10% അതായത് ±10% അല്ലേ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/1+9 ±10%. സോ 1/10 ഇൻറ്റു ±10%. അപ്പോൾ 10/10 കട്ടായി പോയി, യു വിൽ ബി ഗെറ്റിംഗ് ±1% എന്നുള്ള ലെവലിൽ കിട്ടി. അപ്പോൾ പെർസെൻറ്റേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി എത്ര, 10%. സിസ്റ്റം ഗെയിൻ കിട്ടി 10%. ഇതൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് T(s) അല്ലെങ്കിൽ T നമുക്ക് എഴുതാം 10 ±1% എന്നുള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലായി. ഇങ്ങനെയാണ് ഈ സിസ്റ്റത്തിന്, അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ സിസ്റ്റം ഗെയിൻ കാണാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ പറഞ്ഞാലോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം H-ഉം T-യും ഉള്ള റിലേഷൻ നമുക്ക് നോക്കാം. ഇഫ് സപ്പോസ് നമ്മൾ H-ഉം T-യും ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ത് വരും, % ചേഞ്ച് ഇൻ T ഡിവൈഡഡ് ബൈ % ചേഞ്ച് ഇൻ H അല്ലേ. സോ ഇക്വേഷൻ വിൽ ബി ∂T/T ഡിവൈഡഡ് ബൈ ∂H/H ഇൻറ്റു 100. സോ ഇക്വേഷൻ വിൽ ബി ∂T/∂H ഇൻറ്റു H/T ഇൻറ്റു 100%. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, G/1+GH ആണ്. അപ്പോൾ നിങ്ങൾ ∂T/∂H ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക, വിൽ ബി ഗെറ്റിംഗ് 1+GH ഇൻറ്റു 0, കാരണം വിത്ത് റെസ്പെക്ട് ടു H കൊണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നല്ലേ, -G ഇൻറ്റു
1 plus GH differential G divided by 1 plus GH the whole square. So your equation will be this is 0 ആയിപ്പോൾ ബാക്കി മൈനസ് G square divided by 1 plus GH the whole square എന്ന് കിട്ടും. ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. നിങ്ങളുടെ സെൻസിറ്റിവിറ്റി SH of t ൻ്റെ ഉത്തരം കാണാൻ വരുമ്പോൾ നിങ്ങൾ വിൽ ബി ഗെറ്റിംഗ് മൈനസ് G square divided by 1 plus GH the whole square into H divided by T. T എന്ന് പറഞ്ഞാൽ എത്രയാ? G divided by 1 plus GH. 1 plus GH മുകളിൽ എഴുതാം. So you will be getting ഈ 1 plus GH ഇത് കട്ടായപ്പോൾ ഈ ജിയും കട്ടപ്പോൾ മൈനസ് GH divided by 1 plus GH. ഓക്കെ. സോ വിത്ത് റെസ്പെക്ട് ടു എച്ച്, നിങ്ങളുടെ എച്ചിന് വിത്ത് റെസ്പെക്ട് ടു ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതായത് ഫീഡ്ബാക്ക് വിത്ത് റെസ്പെക്ട് ടു ആണ് ചോദിക്കുന്നതെങ്കിൽ മൈനസ് GH by 1 plus GH. നമ്മൾ സാധാരണ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസുകളിലും GH വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1 plus GHനെ GHലേക്ക് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് SGHT ഈസ് ഈക്വൽ ടു മൈനസ് GH by GH ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അതായത് അഗെയിൻ യുവർ ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു -1. അതായത് 100% തന്നെയാണ് പിന്നെയും വരുന്നത്. എങ്ങനത്തെ 100? നെഗറ്റീവാണ്. അതായത് നിങ്ങളുടെ എച്ച് കൂട്ടുമ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യും. അതായത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് വരുന്നത് അല്ലേ? എഫക്റ്റ് ഓപ്പോസിറ്റ്. നേരത്തെ ഓപ്പൺ ലൂപ്പ് ആയോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, 100% സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞത്. പക്ഷേ എഫക്റ്റ് എന്താണ്? ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ സിസ്റ്റം എന്താണ്? സിസ്റ്റം ഈസ് അഗെയിൻ വെരി സെൻസിറ്റീവ് അല്ലേ? എച്ചിനും ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആണ്. നമ്മൾ ഈ സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലോസ് ലൂപ്പിലേക്ക് പോയത്, ശരിയല്ലേ? ഈ സെൻസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതായത് നമ്മൾ ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ജിയോട് വളരെ സെൻസിറ്റീവ് ആയിരുന്നു. അവിടെ വന്നിരുന്നത് G of t ഈക്വൽ ടു 1 ആണ് വരുന്നത്, അതായത് 100%. ശരിയല്ലേ? അപ്പോൾ ആ സെൻസിറ്റിവിറ്റി കുറക്കാനാണ് നമ്മളൊക്കെയും ക്ലോസ് ലൂപ്പിലേക്ക് പോയത്. അങ്ങനെ നമുക്ക് ക്ലോസ് ലൂപ്പിന് ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടുവേർഡ്സ് G എന്ന് നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പിന്നെയും H of tയിൽ പിന്നെയും സെൻസിറ്റിവിറ്റി വരികയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിലൊരു ഡിസൈഡ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഡിസൈഡ് വാല്യൂയെ ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദ ഫീഡ്ബാക്ക് എലമെന്റ്, എച്ച് എന്ന് പറഞ്ഞ ഫീഡ്ബാക്ക് എലമെന്റ് അല്ലേ, ആ ഫീഡ്ബാക്ക് എലമെന്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അതും നമ്മളുടെ ഔട്ട്പുട്ടിൽ ഡിസൈഡ് വാല്യൂവിനെ ബാധിക്കും. നമ്മളൊരു ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു ഡിസൈഡ് വാല്യൂ കിട്ടാൻ വേണ്ടിയാണ്. അതിനെയും നമുക്ക് ഈ ഫീഡ്ബാക്ക് എലമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ബാധിക്കും, ശരിയല്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്, ക്ലോസ് ലൂപ്പിലേക്ക് പോകുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു വെഹിക്കിളിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വെഹിക്കിളിൻ്റെ ഔട്ട്പുട്ട് സ്പീഡും നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്നത് ഫോഴ്സുമാണ്, ശരിയല്ലേ? ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആക്സിലറേറ്റർ ഉണ്ടാവും, അതുപോലെ നമ്മൾ ആ പെഡല്, അതുപോലെ ഇവിടെ ലീക്കേജ് കുറച്ച് സംഭവിക്കാം, കാർബറേറ്ററൊക്കെ ഉണ്ടാവും, ശരിയല്ലേ? ഇവിടെ റേറ്റ് ഓഫ് ഫ്യൂവൽ അപ്ലൈ ചെയ്യുന്ന ഫ്യൂവൽ, ഇവിടുത്തെ വെഹിക്കിളിൻ്റെ എൻജിൻ. ഇതൊരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റമാണ്. അതായത് ഈ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ആര് മാത്രമേ ഉള്ളൂ? G. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ മൊത്തം ടേം നമ്മൾ G ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ജിയിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുക? ഈ ജിയിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ സംഭവിച്ചാൽ നമ്മുടെ G ചേഞ്ച് ചെയ്യുകയാണ്. G ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ യുവർ G ഈസ് ചേഞ്ചിങ്. നമ്മൾ പ്രഷർ കൊടുക്കാതെ, നമ്മളിവിടെ പ്രഷർ കൊടുത്താൽ മാത്രമേ അത് എന്തെങ്കിലും സ്പീഡിൽ വേരിയേഷൻ വരുള്ളൂ അല്ലേ? ഇപ്പോൾ പ്രഷർ, ഇപ്പോൾ സ്പീഡ് നമുക്ക് 40 കിലോമീറ്റർ വേണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡിനെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. പ്രഷർ കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡിനെ ചേഞ്ച് ചെയ്യാം. അപ്പം ഇൻപുട്ട് ചേഞ്ച് ചെയ്യാതെ, ഇൻപുട്ട് അതായത് ഫോഴ്സ് കൊടുക്കാതെ തന്നെ G മാറ്റിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം, ശരിയല്ല? അപ്പം ജിയിൽ എന്തെങ്കിലും മാറ്റാം എന്ന് പറഞ്ഞു വരുന്നത് ജിയിൽ എന്തെങ്കിലും ഒരു എറർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ, ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ സ്പീഡ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മാറും. അവിടെ കറക്റ്റ് ചെയ്യാനൊരു മെഷറൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? G വളരെ സെൻസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഭയങ്കര ചേഞ്ചുകൾ വന്നാൽ നിങ്ങളുടെ ഔട്ട്പുട്ടിലും എന്താ ചേഞ്ചസ് സംഭവിക്കാം. സോ നമ്മുടെ ഈ പാരാമീറ്ററുകൾ, ഇതിനൊക്കെയാണല്ലോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജിയിലെ ഈ പാരാമീറ്റേഴ്സ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്പീഡും മാറും, അതായത് നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് മാറും. ഇത് ഏതിൻ്റെ കേസാണ്? ഓപ്പൺ ലൂപ്പിൻ്റെ കേസാണ്.
ശരിയല്ലേ? ഇനി നമ്മൾ ക്ലോസ് ലൂപ്പ് വരക്കുവാണെങ്കിൽ നമ്മൾ ഡിസൈഡ് സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡ്രൈവറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രൈവേഴ്സ് ഐ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മുടെ ലെഗിൻ്റെ മസിൽസ് ഉണ്ടാവും. പിന്നെ ഇവിടെ നേരത്തെ പോലെ ഈ ആക്സിലറേറ്റർ, പെഡല്, കാർബറേറ്റർ ഒക്കെ ഉണ്ടാവും. ഇവിടെ എൻജിൻ ഉണ്ടാവും. ഓക്കെ, നമുക്കിവിടെ ഔട്ട്പുട്ട് സ്പീഡ്. ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ സ്പീഡോമീറ്റർ കണക്ട് ചെയ്യും. സ്പീഡോമീറ്റർ, ഓക്കെ, സ്പീഡോമീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ ഈ മൊത്തം സിസ്റ്റത്തിനെയാണ് നമ്മൾ ജി കൊണ്ട് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ എച്ച്, ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് എലമെന്റ് എച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ജീൻ്റെ എച്ചിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളിപ്പം ഇവിടെ സ്പീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 40 വേണ്ടത്, ഈ സ്പീഡ് പെട്ടെന്ന് 30. ഓക്കെ, എന്തെങ്കിലും കാർബറേറ്റർ എന്തെങ്കിലും ടെസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് 30. അപ്പോൾ 30 സ്പീഡ് കുറയുന്നത് കണ്ടു. അപ്പോൾ ഡ്രൈവർ ഇത് കണ്ടു. ഡ്രൈവർ എന്ത് ചെയ്യാണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്, അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എന്തിന്? സ്പീഡ് കൂട്ടാൻ, അതായത് സ്പീഡ് സിസ്റ്റത്തിനെ റീകറക്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ റീകറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്പീഡ് കൂടുന്നത് എവിടെ സെൻസ് ചെയ്യുന്നത്? സ്പീഡോമീറ്ററിലാണ്. ഇയാളെ സ്പീഡോമീറ്റർ കണ്ടാലേ സ്പീഡ് മാറ്റുന്നത് പറയാം. അപ്പോൾ എച്ചിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? ഡീവിയേറ്റ് ചെയ്യും. ശരി, നിങ്ങൾക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് 40 നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ്? ഇപ്പോൾ സപ്പോസ് കിട്ടിയത് 30 കിട്ടിയത്. ഓക്കെ, ഇനി ഈ സ്പീഡോമീറ്ററിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി സ്പീഡോമീറ്ററിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്ന് സംഭവിക്കും. സ്പീഡോമീറ്ററിൽ എന്തെങ്കിലും എറർ ഉണ്ടാകുമ്പോൾ സ്പീഡ് കാണിക്കുന്നത് ഹാഫ് ഓഫ് യുവർ ആക്ച്വൽ സ്പീഡേ കാണിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. ഹാഫ് ഓഫ് യുവർ ആക്ച്വൽ സ്പീഡ് എന്ന് വെച്ചാൽ 1/2 × 40, അതായത് 20 km/h കാണിക്കുന്നുള്ളൂ സ്പീഡ്. എവിടെ എറർ? സ്പീഡോമീറ്ററിലെ എറർ. ഓക്കെ, അപ്പോൾ ഡ്രൈവർ ഇത് കണ്ട് സെൻസ് ചെയ്തു, പിന്നെയും അപ്ലൈ ചെയ്തു, പ്രഷർ അപ്ലൈ ചെയ്തു. എത്ര അപ്ലൈ ചെയ്തു? അതായത് 40 പോകേണ്ടത്, 40 എത്തുന്നവരെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്ച്വലി അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇയാൾ ഈ സ്പീഡിന്റെ ഡബിൾ സ്പീഡാണ് കൊടുക്കുന്നത്. അതായത് 80 km/h ആക്ച്വലി ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് സെൻസ് ചെയ്യുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 40 പോകുന്നതായിട്ട് സെൻസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം പറഞ്ഞു വരുന്ന പോയിന്റ്, ഈ സ്പീഡോമീറ്ററിലോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എലമെന്റിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ശരിയല്ല? 40 ക്ലിയർ ചെയ്യേണ്ട സാധനത്തിന് പകരം എത്രയിലേക്ക് ക്ലിയർ ചെയ്യുന്നത്? 80. അതായത് നേരത്തെ പറഞ്ഞ കോസിനെ ഒപ്പോസ് ചെയ്യുന്നത്, കോസിന്റെ എഫക്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്, അല്ലെ? എഫക്റ്റ് ഒപ്പോസ് ചെയ്യാൻ, അതായത് സ്പീഡോമീറ്റർ വളരെയധികം സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സെൻസിറ്റീവ്? നെഗറ്റീവ് എഫക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് ചെറുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ഇതിനെയാണോ മാറ്റാൻ സുഖം? സിസ്റ്റത്തിനെ മാറ്റാന്ന് പറഞ്ഞാൽ, ജീനെ മാറ്റാന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കൂ. ആക്സിലേറ്റർ, പെഡല്, പിന്നെ അങ്ങനത്തെ കുറെ എഞ്ചിൻ, വെഹിക്കിളിന്റെ എഞ്ചിനൊക്കെ വരുന്ന സ്ഥലം. അത് എഞ്ചിൻ്റെ ഒന്നും മാറ്റലൊന്നും നടക്കില്ല, കോസ്റ്റ് എഫക്റ്റീവ് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ആകെയുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ്ബാക്ക് എലമെന്റിനെ, നമ്മൾ സ്പീഡോമീറ്റർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എലമെന്റിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യണം. ഓക്കെ, കാരണം ഈ ഹൈ കോസ്റ്റ് ഉള്ള എഞ്ചിനെ ഒന്നും പിടിച്ച് മാറ്റാനൊന്നും പറ്റില്ല. ആകെ സ്പീഡോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, അപ്പോൾ നമുക്ക് ഈ സ്പീഡോമീറ്ററിനെ മാറ്റി, അതായത് ഫീഡ്ബാക്ക് എലമെന്റിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ സിസ്റ്റത്തിനെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്യാം. അതുകൊണ്ടാണ് ഫീഡ്ബാക്ക് എലമെന്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു എച്ചിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, ഇങ്ങനെ എച്ചിൽ ഇങ്ങനെ വേരിയേഷൻ സംഭവിച്ചാൽ, ഫീഡ്ബാക്കിൽ വേരിയേഷൻ സംഭവിച്ചാൽ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് -1 സെൻസിറ്റിവിറ്റി വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കാരണം കൂടി ഇതാണ്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് അതിന് പോസിറ്റീവ് ആണെങ്കിൽ നേരെ വേറെ പ്രശ്നമാണ് വരിക. പോസിറ്റീവ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിലെ ഈ പാരാമീറ്ററിന്റെ വേരിയേഷൻ പറയുമ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റി ഏറ്റവും നല്ലത് ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലാണ്. ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഈ ഫീഡ്ബാക്ക് എലമെന്റിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സിസ്റ്റത്തിൽ മാറ്റം വരുന്നത് പോസിബിൾ അല്ല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് എലമെന്റ് യൂസ് ചെയ്യുന്നതും അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ് എലമെന്റും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ എച്ച് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ,
നെഗറ്റീവ് എലമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നതാണ്, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും കൂടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, വേറെ എക്സ്ട്രാ നോളജ് ഒന്നും വലിയ വരുന്നില്ല, നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, കാരണം നോട്ട് ചെയ്യേണ്ട വലിയ വലിയ പോയിന്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് കേട്ട് ഇരുന്നാൽ മതി. അടുത്തത് രണ്ടാമത്തത്, ഇറ്റ് റെഡ്യൂസസ് ദ എഫക്റ്റ് ഓഫ് ഡിസ്റ്റർബൻസ് സിഗ്നൽ. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് സിഗ്നലുകളെ എഫക്റ്റ് ചെയ്യാൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ഡ്യൂ ടു ദ ഡിസ്റ്റർബൻസ് സിഗ്നൽ കാരണമുള്ള ഔട്ട്പുട്ട്. ദ ഔട്ട്പുട്ട് ഡ്യൂ ടു ദ ഡിസ്റ്റർബൻസ് സിഗ്നൽ ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് GH. എത്ര ഫാക്ടറിലാണ് ഈ ഔട്ട്പുട്ട് കുറയുന്നത്? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് GH, GH അല്ല, 1 ഡിവൈഡഡ് ബൈ G1 G2H ആണ് കേട്ടോ. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1 G2H എന്ന ലെവലിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഡിസ്റ്റർബൻസ് കുറയ്ക്കുന്നു. ഓക്കെ, ഇതിനി നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വലിയ നമുക്ക് ഡെഫിനേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ മതി. ഇവിടെ G1 G2, ഇത് C of S, ഇത് H. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആണ് നമ്മൾ ഡിസ്റ്റർബൻസ് ഹാപ്പൻ ചെയ്യുന്നത്. ഇത് ഞാൻ D of S എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ C of S, ഇവിടെ R of S ഉണ്ടാവും. R of S തുടക്കട്ടെ. ഡിസ്റ്റർബൻസുമായിട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് വിൽ ബി, ഇത് നിങ്ങൾ കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യണം. കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് മാത്രം എഴുതാം. ഇപ്പോൾ CD of S എന്നാണ് ഞാൻ അതിനെ പറയുന്നത്. ഡിസ്റ്റർബൻസ് ഉള്ള ഔട്ട്പുട്ട് ഈക്വൽ ടു G2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G1 G2H ഇൻറ്റു ഡിസ്റ്റർബൻസ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ എന്ന് വിചാരിക്കാം. ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് മാറ്റിയിരുന്നു, G2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 ഡിവൈഡഡ് ബൈ G2 പ്ലസ് G1H ഇൻറ്റു D of S എന്നുള്ള ലെവലിലാണ് ഇക്വേഷൻ എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഈ എലമെൻറ്റുകളിൽ നമുക്ക് ഡിസ്റ്റർബൻസ് കുറയ്ക്കണം. ഡിസ്റ്റർബൻസ് ഡ്യൂ ടു ഔട്ട്പുട്ട് നമുക്ക് കുറയ്ക്കണം. ഡിസ്റ്റർബൻസ് ഡ്യൂ ടു ഔട്ട്പുട്ട് കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഐദർ നമ്മൾ എച്ചിനെ കുറിച്ചൊന്നും പറയാറില്ല, ഫീഡ്ബാക്ക് നമ്മൾ തൊടാറില്ല. നമ്മൾ G1 G2 സിസ്റ്റത്തിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കാറുള്ളൂ. അതായത് നിങ്ങളുടെ G2 നമുക്ക് എന്ത് ചെയ്യാൻ കുറയ്ക്കാം. G2 കുറച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്തായി പോവും? അതായത് ഈ സിസ്റ്റം എന്ത് ചെയ്യും? കൂടും. ഈ ടേം കൂടുമ്പോൾ നോയ്സ് കുറയ്ക്കാം. അല്ലെങ്കിൽ G1 കുറയ്ക്കാം. G1 കുറച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? CDS നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ G1 മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കല്ല, കൂട്ടല്ല ചെയ്യാം. G1H G1 കൂട്ടുക അല്ലെങ്കിൽ G2 കുറയ്ക്കുക. ഐദർ ബൈ ഇൻക്രീസിങ് G1 ഓർ ബൈ ഡിക്രീസിങ് G2 we can reduce the noise output. ഓക്കെ, ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് എലമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് നോയ്സിനെ കുറയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെൻസർ എലമെൻറ്റ് ഈ ഫീഡ്ബാക്കിൽ നമ്മളൊരു സെൻസർ എലമെൻറ്റ് വെക്കുകയെന്ന് വിചാരിക്കും. ഈ സെൻസർ എലമെൻറ്റ് വെക്കുകയാണെങ്കിൽ ആ സെൻസർ കൊണ്ട് തന്നെ അവിടെ ഒരു നോയ്സ് സിഗ്നൽ ഉണ്ടാവും, ശരിയല്ലേ? ഈ സെൻസർ വെക്കുമ്പോൾ നോയ്സ് കാരണം തന്നെ അവിടെ അൺവാണ്ടഡ് ഔട്ട്പുട്ടും വരും. ഈ അൺവാണ്ടഡ് ഔട്ട്പുട്ട് നമ്മുടെ ഡിസൈഡ് വാല്യൂവിൽ നിന്ന് നമ്മുടെ മാറിപ്പോവും. നമ്മുടെ ഔട്ട്പുട്ട് ഡിസൈഡ് വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? മാറിപ്പോവും. ഓക്കെ, ഇനി ഈ നോയ്സ് സിഗ്നലിൻ്റെ വേറൊരു തരത്തിൽ ഞാൻ അവതരിപ്പിക്കാം. അതായത് ഇഫ് സപ്പോസ് നിങ്ങളെ നോയ്സ് സിഗ്നൽ എവിടെ ഉണ്ടാവുക? അതായത് ഞാൻ പറഞ്ഞ സെൻസർ വെക്കുന്നത് നമ്മൾ ഫീഡ്ബാക്ക് എലമെൻറ്റിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ് വരയ്ക്കുന്നത്. സിഗ്നൽ ഫ്ലോ ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് കേട്ടിരിക്കുക. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട, ഞാൻ ജസ്റ്റ് ഇപ്പം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതിയാവും. സിഗ്നൽ ഫ്ലോ എടുക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, ഇതാണ് നിങ്ങളെ നോയ്സ് സിഗ്നൽ എന്ന് വിചാരിക്കാം, N of S. ഓക്കെ, ഇത് G1, ഇത് G2. ഓക്കെ, നിങ്ങൾ ഇതിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി യു ആർ ഗെറ്റിംഗ് Cn of S ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -1/H1 ഇൻറ്റു N of S എന്നാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ അൺവാണ്ടഡ് ഔട്ട്പുട്ട്, നോയ്സ് സിഗ്നൽ ആണുള്ള അൺവാണ്ടഡ് ഔട്ട്പുട്ട്.
ഇഫ് സപ്പോസ് നിങ്ങൾ H1 ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, H1 ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാം? നിങ്ങൾക്ക് CN(S) എന്ത് ചെയ്യാം? കുറയ്ക്കാം, ശരിയല്ല? അപ്പോൾ H1ന്റെ വാല്യൂ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫീഡ്ബാക്ക് പാത്തിലെ നോയ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. നേരത്തെ ഇതേപോലെ ഡിസ്റ്റർബൻസ് ഉള്ള സ്ഥലത്തുള്ള G2 നമുക്ക് കുറച്ചിട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് കൺട്രോൾ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ G1 ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റർബൻസ് കൺട്രോൾ ചെയ്യാം. ഇനി ഇതുപോലെ നോയ്സ് സിഗ്നൽ വരുവാണെങ്കിൽ നോയ്സ് സിഗ്നലിൽ H1 ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നോയ്സ് സിഗ്നലിനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്നും അങ്ങനെ എടുത്ത് ചോദിക്കുകയൊന്നുമില്ല, കാരണം ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാലും മതിയാവും. ഓക്കെ, ഈ അൺവാണ്ടഡ് ഡിസ്റ്റർബൻസ് കുറയ്ക്കും എന്ന് മനസ്സിലാക്കി ഇത്തരത്തിലാണ് കുറയ്ക്കുക. ഓക്കെ, വെറുതെ നമ്മൾ പഠിച്ചു പോകേണ്ട, കുറച്ചും കൂടി കാര്യങ്ങൾ അറിഞ്ഞോട്ടെ എന്നുള്ള ലെവലിൽ പറഞ്ഞു തന്നതാണ്. ഇത്തരത്തിലാണ് ഇതിൻ്റെ ഡിസ്റ്റർബൻസ് കുറയുക എന്നുള്ളത് ഓർത്താൽ മതി. ഇറ്റ് റെഡ്യൂസസ് ബൈ എ ഫാക്ടർ ഓഫ് 1/1 പ്ലസ് G1 G2 H എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചതാ. ഓക്കെ, സോ അതാണ് നമ്മുടെ കാര്യം. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. ഇറ്റ് ഇംപ്രൂവ്സ് the transient response of the system. It improves the transient response of the system. എങ്ങനെയാണ് ട്രാൻസിയന്റ് റെസ്പോൺസ് കൂട്ടുന്നത്? ബൈ ഇൻക്രീസിങ്, എന്ത് ഇൻക്രീസ് ചെയ്യുക? ബൈ ഇൻക്രീസിങ് ദ സ്പീഡ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ട്രാൻസിയന്റ് റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ദ ട്രാൻസിയന്റ് റെസ്പോൺസ് ഈസ്, its meaning എന്താണ്? Transient response is decaying at a faster rate. Transient response faster ആയിട്ട് decay ചെയ്യുന്നു, so that the system speed is increase. അതങ്ങനെ നമുക്ക് സിസ്റ്റം സ്പീഡ് എന്ത് ചെയ്യാം? കൂട്ടാം. ഓക്കെ, ഇതിൻ്റെയും കുറച്ച് കാൽക്കുലേഷൻ നടത്തിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് പോകാം. എങ്ങനെയാണ് സ്പീഡ് കൂടുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ട്രാൻസിയന്റ് റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യാം, അത്തരത്തിൽ സ്പീഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് യുവർ ഓപ്പൺ ലൂപ്പ് it will be given by 1/α. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് divided by 1 + α + k. ഓക്കെ, ടി എന്ന് പറയുന്ന സാധനം ടൈം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ ഒരൊറ്റ രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റന്റുകളെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ക്ലോസ് ലൂപ്പിലെ ടൈം, ഇതിന്റെ വാല്യൂ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പറയുന്ന കാര്യം കൊടുത്താൽ മതി. ക്ലോസ് ലൂപ്പിലാണോ ഓപ്പൺ ലൂപ്പിലാണോ ടൈം കോൺസ്റ്റന്റ് കൂടുതൽ? കണ്ടാൽ മനസ്സിലാവും, ഓപ്പൺ ലൂപ്പിലാണ് കൂടുതൽ അല്ലേ? അപ്പോൾ എഴുതി വയ്ക്കുക, ടൈം കോൺസ്റ്റന്റ് ഓഫ് ക്ലോസ് ലൂപ്പ് ഈസ് ലെസ് ദാൻ ടൈം കോൺസ്റ്റന്റ് ഓഫ് ഓപ്പൺ ലൂപ്പ്. അടുത്ത റിലേഷൻ എഴുതി വയ്ക്കുക, സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം കോൺസ്റ്റന്റ്. ഇമ്പോർട്ടൻറ്റ് റിലേഷനിലൂടെയാണ് പോകുന്നത്. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടൈം കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സ്പീഡ് ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ഓപ്പൺ ലൂപ്പ്. മതി, ഇത്ര മതി. ഓക്കെ, എങ്ങനെയാണ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് റെസ്പോൺസിൻ്റെ ഓപ്പൺ ലൂപ്പിലെയും ക്ലോസ്ഡ് ലൂപ്പിലെയും ടൈം കോൺസ്റ്റൻറ്റുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഓർത്ത് വയ്ക്കുക, ടൈം കോൺസ്റ്റന്റ് ഓഫ് യുവർ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ലെസ് ദാൻ യുവർ ഓപ്പൺ ലൂപ്പ്. അറ്റ് ദ സെയിം ടൈം സ്പീഡും ടൈം കോൺസ്റ്റന്റ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സ്പീഡ് ക്ലോസ്ഡ് ലൂപ്പിൽ കൂടുതലാണ് വെൻ കമ്പയർ ടു യുവർ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ്, increases the bandwidth of the system. Very important. Increases the bandwidth of the system. Bandwidth കൂട്ടുന്നുണ്ട്. Okay, actually what is bandwidth? Bandwidth is the range of frequencies at which the gain of the system is more than 1/√2 times of the DC gain. DC gain നെക്കാട്ടിയും 1/√2 times കൂടുതലുള്ള
ഇതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ പറയുന്നത് അല്ലേ. ഇഫ് നമ്മളുടെ സിസ്റ്റം ടി ഓഫ് എസ് എടുക്കുക കെ ഡിവൈഡഡ് ബൈ എസ് ടി പ്ലസ് 1, നമ്മളിത് ജെ ഒമേഗ മാറ്റുക, അതായത് എസ് ഈക്വൽ ടു ജെ ഒമേഗ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് കെ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ടി പ്ലസ് 1. ശരിയാണല്ലോ. ഇതിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ടി ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ. നമ്മളിവിടെ ഡി സി ഗെയിൻ എടുക്കുകയാണ്. ഡി സി ഗെയിൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എസ്സിന് 0 കൊടുക്കുക അല്ലെങ്കിൽ ഒമേഗയ്ക്ക് 0 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എം ഈക്വൽ ടു കെ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഡി സി ഗെയിൻ ഈസ് കെ. ശരിയല്ലേ. ഈ ഡി സി ഗെയിൻ കെയും ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോൾ സപ്പോസ് ഒമേഗ കൂട്ടുവാണെങ്കിൽ നിങ്ങളുടെ എം എന്ത് ചെയ്യും, കുറയും അല്ലേ. ഇപ്പോൾ ഡി സി ഗെയിനിൽ കെയും വാല്യൂ ഇപ്പോൾ ടൈം കോൺസ്റ്റന്റ് കൂട്ടുമ്പോൾ നിങ്ങളുടെ എം മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇഫ് യു ആർ പ്ലോട്ടിങ് എ കെ വീസസ് ഒമേഗ ഗ്രാഫ്, നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ഇത്തരത്തിലാണ് ഇക്വേഷൻ ഒരു ഗ്രാഫ് കിട്ടുന്നത്. ഗെയിനാണ് വിത്ത് റെസ്പെക്ട് ആണ് പ്ലോട്ട് ചെയ്യുന്നത്, ഗെയിനും ഇതും. അപ്പോൾ ഈ വാല്യൂ ആണ് കെ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറയും, നടുവിലൊരു വാല്യൂ വരും കെ ബൈ റൂട്ട് 2. ഇതാണ് നമ്മളെ ബാൻഡ് വിഡ്ത്തിന്റെ സാധനം. അപ്പോൾ ഒമേഗ ഈക്വൽ 0 കൊടുക്കുമ്പോൾ നമുക്ക് കെ കിട്ടി. ഒമേഗ ഈസ് ഈക്വൽ സപ്പോസ് ഒമേഗ ബി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ആ റേഞ്ചിൽ കിട്ടുന്ന മാക്സിമം വാല്യൂ ഡി സി ഗെയിൻ അല്ല മാക്സിമം വാല്യൂ ആണിത്. എപ്പോഴാണ് നമുക്ക് അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ ബിയിലാണ് ഗെയിൻ എത്ര കിട്ടുന്നത്, കെ ബൈ റൂട്ട് 2 കിട്ടുന്നത് അല്ലേ. അത് നമ്മൾ ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഏത് ഇക്വേഷനിൽ, ഈ ഇക്വേഷനിൽ കെ പ്ലസ് 1 പ്ലസ് ഒമേഗ ടി ദ ഹോൾ സ്ക്വയർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കെക്ക് പകരം എമ്മിന് പകരം കെ ബൈ റൂട്ട് 2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്, കെ ബൈ റൂട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വിൽ ബി ഗെറ്റിംഗ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 ബൈ ഒമേഗ ബി. നമ്മൾ ഈ സമയത്തുള്ള ഒമേഗ ബി എന്നല്ലേ പറയുന്നത്, അപ്പോൾ ഒമേഗ ബി ടിയുടെ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതിൻ്റെ അകത്ത് നിന്ന് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ കെയും കെ ഒക്കെ കട്ടായി പോകും, ലാസ്റ്റ് ഒമേഗ ബി ടി ഈക്വൽ ടു വരും. അപ്പോൾ ഒമേഗ ബി ഈക്വൽ ടു 1 ബൈ ടി വിത്ത് റെസ്പെക്ട് ഒരു ഇക്വേഷൻ വരും അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ആണെങ്കിൽ അത് ജസ്റ്റ് ചെയ്തു തരാം. ഇവിടെ എഴുതുക കെ ബൈ റൂട്ട് 2 ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ 1 പ്ലസ് ഒമേഗ ബി ടി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, റൂട്ടും ഉണ്ടല്ലേ, അപ്പോൾ റൂട്ടും ഉണ്ട്. അപ്പോൾ ഈ റൂട്ടിനെ ഇപ്പുറത്ത് സ്ക്വയർ ആക്കി മാറ്റുന്നത് കെ ബൈ 2 ആവും. ഇക്വേഷൻ കെ ബൈ 1 പ്ലസ് ഒമേഗ ബി ടി ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ. അപ്പോൾ കെയും വി ഒക്കെ കട്ടായി പോവും. യു വിൽ ബി ഗെറ്റിംഗ് ഒമേഗ ബി വിൽ ബി ഈക്വൽ ടു എത്ര കിട്ടുക, 1 പ്ലസ് ഒമേഗ ബി ടി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. ഒമേഗ ബി ടി സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ മാറി ഇപ്പുറത്ത് റൂട്ടായി. അപ്പോൾ ഒരു ഇക്വേഷൻ വിൽ ബി ഒമേഗ ബി ഈക്വൽ ടു 1 ബൈ ടി എന്നുള്ള ലെവലിൽ കിട്ടും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഒമേഗ ബി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ദിസ് ഓൾസോ റെപ്രസെൻറ്റ്സ് യുവർ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ നമുക്ക് പറയാം ബാൻഡ് വിഡ്ത്ത് ഈസ് ഓൾസോ ഈക്വൽ ടു 1 ബൈ 2. അപ്പോൾ ഫ്രീക്വൻസി അതായത് ബാൻഡ് വിഡ്ത്തിന്റെ ഫ്രീക്വൻസി അതാണ് ഒമേഗ ബി. ഒമേഗ ബി എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, ടൈം കോൺസ്റ്റന്റ്. അറ്റ് ദ സെയിം ടൈം ബാൻഡ് വിഡ്ത്ത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, ടൈം കോൺസ്റ്റന്റിന്. ഓക്കെ, ഇഫ് സപ്പോസ് നമ്മൾ ഓപ്പൺ ലൂപ്പിനും ക്ലോസ് ലൂപ്പിനും വിത്ത് റെസ്പെക്ട് പറയുകയാണെങ്കിൽ ഡബ്ല്യു ബി ഓഫ് ക്ലോസ് ലൂപ്പിനെ ഞാൻ 1 ബൈ ടി സി എല്ലിനും ഡബ്ല്യു ബി ഓഫ് ഓപ്പൺ ലൂപ്പിനെ ഞാൻ 1 ബൈ ടി ഓപ്പൺ ലൂപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. യു വിൽ ബി ഗെറ്റിംഗ് ഡബ്ല്യു ബി ഓഫ് സി എൽ closed loop divided by WB of open loop is equal to T open loop by T closed loop. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം, കാരണം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് പിന്നെ ഒരു ചോദ്യം, ഏതാണ് എപ്പോഴും ടൈം കോൺസ്റ്റന്റ് കൂടുതൽ, ഓപ്പൺ ലൂപ്പാണ് കൂടുതൽ. അതായത് നിങ്ങളുടെ ടി ഒ എൽ ബൈ ടി ക്ലോസ് ലൂപ്പ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഡി ബി ഓഫ് CL is greater than dB of open loop. Frequency greater than closed loop open loop greater എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തും പറയാം. Band width of closed loop is always greater than band width of open loop. ഇതാണ് നിങ്ങളുടെ പ്രൂഫ്.
ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ അറിയാം നിങ്ങളുടെ സ്പീഡും നമ്മുടെ ടൈം കോൺസ്റ്റൻറ്റും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ശരിയല്ലേ? സ്പീഡും ടൈം കോൺസ്റ്റൻറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അറ്റ് ദ സെയിം ടൈം ബാൻഡ് വിഡ്ത്തും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ രണ്ടും, ബാൻഡ് വിഡ്ത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈമാണ്, സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം എന്ത്, ബാൻഡ് വിഡ്ത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു യുവർ സ്പീഡ്. ശരിയല്ലേ? സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു യുവർ ബാൻഡ് വിഡ്ത്ത്. ദിസ് ഈസ് അനദർ റിലേഷൻ. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ കേസിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഈ ടൈം കോൺസ്റ്റന്റ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ പറയാം. ഇഫ് സപ്പോസ് നമ്മൾ ടി ഓഫ് എസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ ടി എസ് പ്ലസ് 1 ആണെന്ന് വിചാരിക്കും. നമുക്കിവിടെ എവിടെ പോൾ ഉള്ളത്? യു ആർ ഹാവിങ് എ പോൾ അറ്റ് എസ് ഈക്വൽ ടു -1/t. ശരിയല്ലേ? കാരണം 1 + st നിങ്ങൾ ഇത് പുറത്തെടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 1 + 1/t അല്ലേ? 1 + 1/t എന്നല്ല കിട്ടുക. അതായത് യു വിൽ ബി ഗെറ്റിംഗ് 1/t ഇൻറ്റു എസ് അല്ല. അപ്പോൾ എസ് ഈക്വൽ ടു എത്രയാണ്? -1/t എന്ന് വരിക. അപ്പോൾ നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ്, ഇവിടെ ഒരു പോള് കിട്ടും. എത്ര? -1/t. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/t ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ടൈം കോൺസ്റ്റന്റ് എങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞാൽ അതും കൂടി എഴുതി വെച്ചോ. ടൈം കോൺസ്റ്റന്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് പോൾ ഫ്രം ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസ് എന്നുള്ള 1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വരുന്നത്? ഡിസ്റ്റൻസ് ഓഫ് പോൾ ഫ്രം ഇമാജിനറി ആക്സിസിനെ നമ്മൾ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ടൈം കോൺസ്റ്റന്റ് എത്രയാണ്? 1/t അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് അത് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പം ഈ ടൈം കോൺസ്റ്റന്റ് ടി അല്ലേ? 1/t അല്ല, ടി. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ടൈം കോൺസ്റ്റന്റ് കിട്ടണം 1 ഡിസ്റ്റൻസ് ഓഫ് പോൾ ഫ്രം ഇമാജിനറി ആക്സിസ്. ഈ ഇമാജിനറി ആക്സിസിന് പോളിലെ ഡിസ്റ്റൻസ് ആണ് 1/t. ടൈം കോൺസ്റ്റന്റ് കിട്ടണമെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1/t ചെയ്താൽ മതി. ഓക്കെ, ഞാനൊരു പ്രോബ്ലം തരാം, അപ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. എല്ലാം പുതിയ പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, റയർ പോയിന്റ്സ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ, ഇഫ് സപ്പോസ് നിങ്ങളൊരു സിസ്റ്റം ഉണ്ട് 2 ഡിവൈഡഡ് ബൈ s + 4. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്ത് പോവട്ടോ. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന റേഷ്യോ ഓഫ് ടൈം കോൺസ്റ്റന്റ്. ടൈം കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ഓപ്പൺ ലൂപ്പ് ടു ക്ലോസ് ലൂപ്പ് ഈസ് ഡാഷ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഓപ്പൺ ലൂപ്പ് എന്താണ് വരിക? ഇതാണ് ഓപ്പൺ ലൂപ്പിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 2 ഡിവൈഡഡ് ബൈ s + 4. ഇതിൻ്റെ അകത്ത് കിട്ടും എസ് എത്രയാണ്? -4. അതായത് പൂൾ എത്രയാണ്? -4ലാണ് ഉള്ളത്. ഇവിടെയാണ് പൂൾ ഉള്ളത്. അതായത് പൂൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. ശരിയല്ല? ഡിസ്റ്റൻസ് എത്രയാണ്? 1/4. ശരിയല്ലേ? അല്ല, ഡിസ്റ്റൻസ് 1/4 അല്ല, 1/4 എന്നല്ലല്ലോ ഡിസ്റ്റൻസ് ചെയ്തേണ്ടത്. -4 അല്ല, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4. ഒരു 4 യൂണിറ്റ്സ് മാറിയിട്ടാണ് ഉള്ളത്. അതായത് 4 ആണ് നിങ്ങളുടെ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കോൺസ്റ്റന്റ് എങ്ങനെ എഴുതാം? ടൈം കോൺസ്റ്റന്റ് ഓപ്പൺ ലൂപ്പ് 1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ദി ഇമാജിനറി ആക്സിസ്. ഡിസ്റ്റൻസ് ഫ്രം ഇമാജിനറി ആക്സിസ് എത്രയാണ്? 4. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ഡിസ്റ്റൻസ് 1/4 കിട്ടി. ഇനി ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ എഴുതും? ഇറ്റ് വിൽ ബി, ഞാൻ പറഞ്ഞ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ s + 6. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എഴുതാം, ഇവിടെയാണ് നിങ്ങളുടെ പൂള് വരുന്നത് -6ൽ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 6 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ക്ലോസ് ലൂപ്പിൻ്റെ ടൈം കോൺസ്റ്റന്റ് എത്ര വരും? 1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഫ്രം ഇമാജിനറി ആക്സിസ്, അതാണ് 1/6. ചോദ്യം ഇതാണ്. ഓപ്പൺ ലൂപ്പ് ടു ക്ലോസ് ലൂപ്പ് ടൈം കോൺസ്റ്റന്റ് ആണ് ചോദ്യം. അപ്പോൾ 1/4 ഡിവൈഡഡ് ബൈ 1/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 6/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ഓക്കെ, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞ് തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. എന്താണത്? ഇറ്റ് റെഡ്യൂസസ് ദ ഗെയിൻ ഓഫ് ദ സിസ്റ്റം ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നു. എത്ര?
by a factor of 1 divided by 1 plus gh. 1 divided by 1 plus gh എന്നുള്ള ഫാക്ടറിലെ സിസ്റ്റം ഗെയിൻ എന്ത് റെഡ്യൂസ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ഗെയിൻ ഇൻ ഓപ്പൺ ലൂപ്പ് എത്രയാണ് വരിക? ജി അല്ലേ. ഗെയിൻ ഇൻ ക്ലോസ് ലൂപ്പ് എത്രയാ? ഇറ്റ് വിൽ ബി ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച്. അതായത് നിങ്ങൾക്ക് ആദ്യം ഗെയിൻ ജി ഉണ്ടായിരുന്നു, പിന്നെ നോക്കുമ്പോൾ 1 by 1 plus gh ഫാക്ടർ റെഡ്യൂസ് ആയില്ലേ. അപ്പോൾ നമുക്ക് പറയാം ഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എത്ര ഫാക്ടറിൽ? 1 divided by 1 plus gh ഫാക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്തിരുന്നു. എത്ര ഫാക്ടറിൽ? 1 divided by 1 plus gh. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷെ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. വേറെ നിങ്ങളെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എടുത്ത് നോക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്കിൽ എന്താ പ്രത്യേകത വരുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഗെയിൻ എന്ത് ചെയ്യാണ്? ഗെയിൻ കൂടുകയാണ് ചെയ്യുന്നത് അല്ല. ഗെയിൻ ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് ഏത് ഫാക്ടറിലാണ്? 1 by 1 minus gh ഫാക്ടർ. ശരിയല്ലേ? ഇതാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിനൊരു അഡ്വാൻറ്റേജ്. പക്ഷെ നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഡിസഡ്വാൻറ്റേജ് എന്താ? റെഡ്യൂസസ് ദ ഗെയിൻ ബൈ എ ഫാക്ടർ ഓഫ് 1 by 1 plus gh ആണ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ടൈം റെസ്പോൺസ് അനാലിസിസിലെ കേസിൽ ഒരു 2-3 പോയിന്റും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ടൈം റെസ്പോൺസ് അനാലിസിസിൻ്റെ അഡീഷണൽ പോയിന്റ്സ് ആണ് ടൈം റെസ്പോൺസ് അനാലിസിസ്. അഡീഷണൽ പോയിന്റ്സ് ആണ്. നമുക്കറിയാം ടി ഡൊമൈൻ ഉണ്ടാവും, എസ് ഡൊമൈൻ ഉണ്ടാവും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ LTI സിസ്റ്റത്തിൻ്റെ കൺവല്യൂഷൻ വഴി എഴുതുന്ന റെപ്രസെൻറ്റേഷനും നോക്കാം. എങ്ങനെയാണ് നമ്മൾ എഴുതുക? സി ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടി ഇൻറ്റു എച്ച് ഓഫ് ടി അല്ല. എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് അല്ലേ. അതായത് ഇങ്ങനെയല്ല നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എച്ച് ഓഫ് ടി ഈക്വൽ ടു സി ഓഫ് ടി ആർ ഓഫ് ടി. ഓക്കെ, ലാപ്ലാസിലേക്ക് മാറ്റിയ സി ഓഫ് എസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഓക്കെ, വേറെ എച്ച് ഓഫ് എസ് ആണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്നത്. അപ്പോൾ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ്. അത് ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ മാറും. ചില സ്ഥലത്ത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് മാറും എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇൻപുട്ട് ഇമ്പൾസ് സിഗ്നലിൻ്റെ കാര്യം അറിയാം നമുക്ക്. ഇമ്പൾസ് സിഗ്നൽ എപ്പോഴാണ്? ഡോ ഓഫ് ടി ഈക്വൾ ടു 0 എപ്പോഴാവുക? ടി നോട്ട് ഈക്വൾ ടു 0ലാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ ഇറ്റ് വിൽ ബി 1 എപ്പോഴാണ് 1 ആവുക? നമ്മൾ അല്ല സോറി, ഇത് എപ്പോഴാണ് 1 ആവുക? 1 എപ്പോഴാവുക? 0 1 ആവുക അല്ലേ? കാരണം ഇമ്പൾസ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇതല്ലേ. സപ്പോസ് ഇത് എക്സ് ഓഫ് ടി ഇത് ടി ആണെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു ഡോ ഓഫ് ടി. ശരിയല്ലേ? ഇതിൻ്റെ ഏരിയ നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരുന്നു? അതൊന്ന് ഓർത്ത് വെക്കണേ. -∞ ഡോ ഓഫ് ടി ഡി ടി വിൽ ബി ഈക്വൽ ടു ടി. അതായത് ഇമ്പൾസിൻ്റെ അണ്ടറിലുള്ള ഏരിയ, ദ ഏരിയ അണ്ടർ ദ ഇമ്പൾസ് ഈസ് 1. അതായത് ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു ഡോ ഓഫ് ടി, ഡോ ഓഫ് ടി ആണെങ്കിൽ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആർ ഓഫ് എസ് ഈക്വൽ ടു 1. അതാണ് ഞാൻ നേരത്തെ ഒരു കാലത്തിൽ പറഞ്ഞിരുന്നു. റെസ്പോൺസ് ആർ ഓഫ് എസ് ഈക്വൽ ടു എന്താണ്? 1 ആണ് എന്നുള്ള കാര്യം ഓർത്തിരുന്നു. യൂണിറ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ ആർ ഓഫ് ടി യു ഓഫ് ടി ആണെങ്കിൽ ആർ ഓഫ് എസ് എന്താണ്? 1/s ആണ്. ശരിയല്ലേ? റാമ്പ് ആണെങ്കിലോ? റാമ്പ് ആണെങ്കിൽ നിങ്ങളുടെ ആർ ഓഫ് ടി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ടി ആയിരിക്കും. ആർ ഓഫ് എസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1/s². ഇനി പാരാബോളിക് ആണെങ്കിലോ? നിങ്ങളുടെ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇത് ഓർക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. t²/2 ആണ് കേട്ടോ. t²/2 ആണ് നിങ്ങളുടെ ആർ ഓഫ് ടി. റെസ്പോൺസ് ആയിട്ട് വരുമ്പോൾ നമുക്കത്ര വരും? ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് x²/2 ആണെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ആയിട്ട് എന്താ വരിക? റെസ്പോൺസ് ആയിട്ട് എന്താന്ന് വരിക? നമുക്ക് ലാപ്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ വരിക. നമുക്ക് ഇത് t⁻n ഫോർമാറ്റിലുള്ള. അപ്പോൾ എന്താ? t⁻n n⁴s⁻n+1. അതായത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ s⁻²+1. അപ്പോൾ 2/s³. ശരിയല്ലേ? ഇത് t²/2 എന്നാണുള്ളത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതണം? 1/2 × 2/s³. സോ ഇറ്റ് വിൽ ബി 1/s³.
ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മളതിൽ നോട്ട് ചെയ്ത് വെക്കാം. ബാക്കിയൊന്നുമില്ല, സിഗ്നൽസ് നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതിന് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഈ സിഗ്നൽസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ സിഗ്നൽസ് നമുക്ക് അപ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് ലീവ് ഇറ്റ്. നമുക്ക് സിഗ്നൽസിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് സിഗ്നൽസിൻ്റെ ക്ലാസ് എടുത്തതിൽ നോക്കിയാലും മതിയാവും. ഓക്കെ, സിഗ്നൽസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കത് എക്സ്ട്രാ ടോപ്പിക്കായിട്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ, ട്രാൻസിയൻറ്റ് റെസ്പോൺസ് അനാലിസിസിൻ്റെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ റെസ്പോൺസ്, നമ്മൾ ജനറലി നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്ന ആരാ? സി ഓഫ് ടി അല്ലേ? ആ സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സി ടി ഓഫ് ടി പ്ലസ് സി എസ് എസ് ഓഫ് ടി. അതായത് എന്താണ് സി ടി ഓഫ് ടിയും സി എസ് എസ് ഓഫ് ടിയും? സി ടി ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ഈ സി ടി ഓഫ് ടി ആണ് നിങ്ങളുടെ ട്രാൻസിയൻ്റ് ടേം. ഇതിനെയാണ് നമ്മൾ ട്രാൻസിയൻ്റ് ടേം എന്ന് വിളിക്കുക. സി എസ് എസിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ടേം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ട്രാൻസിയൻ്റ് ടേം. അറ്റ് ദ സെയിം ടൈം എന്ത് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ടേം. ഓക്കെ, അപ്പോൾ ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിയൻ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടെമ്പററി റെസ്പോൺസ്. അതായത് മൊമെൻ്ററി അല്ലെങ്കിൽ ടെമ്പററി റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റത്തിനാണ് നമ്മൾ ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ റെസ്പോൺസിനാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് സപ്പോസ് നമ്മൾ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി സി ഓഫ് ടി എടുക്കുകയാണെങ്കിൽ ഇതിനെയും കൂടിയാണ് എന്ത് നമ്മൾ പറഞ്ഞത്? സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു സി ഓഫ് എസ് എന്ന് എഴുതാം. ഇതും സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റിന് ഈ രണ്ട് ഫോർമുല ഉള്ളത്. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി സി ഓഫ് ടി അല്ലെങ്കിൽ ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു സി ഓഫ് എസ്. ക്ലിയർ? ഇതാണ് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ അവസ്ഥ. ട്രാൻസിയൻ്റിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി സി ഓഫ് ടി പൂജ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം നിങ്ങളുടെ ട്രാൻസിയൻ്റ് റെസ്പോൺസ് വാനിഷസ്, പൂജ്യമായി പോവുകയാണ്. എപ്പോൾ? ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ട്രാൻസിയൻ്റ് റെസ്പോൺസ് പൂജ്യമായി പോവുകയാണ്. മറ്റേത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? സ്റ്റഡി സ്റ്റേറ്റ് ആണ് കിട്ടുന്നത്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്റ്റഡി സ്റ്റേറ്റിൻ്റെ പ്രോബ്ലങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ഒന്നുകൂടി ചെയ്താൽ. സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ ഫൈനൽ വാല്യൂ. ഓക്കെ, അപ്പം ഈ ഫൈനൽ വാല്യൂ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂയെ എപ്പോഴും കണ്ടുപിടിക്കുക. ഫൈനൽ വിയർ. സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫൈനൽ വാല്യൂ തിയറം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഈ നമ്മൾ അപ്പം അത് ക്ലിയറായി. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ സ്റ്റെബിലിറ്റീൻ്റെ ചെറിയൊരു, അതായത് നമ്മളൊരു സിസ്റ്റം എങ്ങനെയാണ് സ്റ്റേബിൾ ആണെന്ന് പറയാം. സ്റ്റേബിൾ ആണെന്ന് പറയാം, നമ്മൾ പോൾസിന് നോക്കിയാൽ മതി ഒരു ഫംഗ്ഷനിൽ. അതായത് ഇഫ് ദർ ആർ നോ പോൾസ് ഇൻ റൈറ്റ് ഹാൻഡ് പ്ലെയിൻ, അതായത് റൈറ്റ് ഹാൻഡ് പ്ലെയിൻ എന്ന് വെച്ചാൽ ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനും ഇതാണ് നിങ്ങളുടെ റൈറ്റ് ഹാഫ് പ്ലെയിനും. ഓക്കെ, ഇവിടെ ഒരു പോള് പോലും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ നമുക്ക് വിളിക്കാം സ്റ്റേബിൾ സിസ്റ്റം. അതായത് ഇവിടെ ഒരു പോളും ഇല്ല, എല്ലാ പോൾസും എവിടെയുള്ളത്? ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിനെ വിളിക്കാം സ്റ്റേബിൾ സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേബിൾ സിസ്റ്റം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫൈനൽ വാല്യൂ തിയറം എവിടെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫൈനൽ വാല്യൂ തിയറം അപ്ലൈ ചെയ്യേണ്ട സ്ഥലമാണ് പറയുന്നത്. ഫൈനൽ വാല്യൂ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പോള് ഒറിജിനൽ ഉണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഫൈനൽ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫൈനൽ വാല്യൂ തിയറം എവിടെ അപ്ലൈ ചെയ്യുക വെച്ചാൽ സിസ്റ്റത്തിൽ റൈറ്റ് ഹാൻഡ് പ്ലെയിനിൽ പോൾസ് ഒന്നുമില്ല, അതായത് സിസ്റ്റം സ്റ്റേബിൾ ആണ്. ആ സമയത്തുള്ള സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ് എന്ത്? ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി സി ഓഫ് ടി അല്ലെങ്കിൽ ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു സി ഓഫ് എസ്.
ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഒരു പോളെങ്കിലും ഒറിജിനൽ വേണം, ആ സമയത്തും അപ്ലൈ ചെയ്യാം. ഓക്കെ, കാരണം ഒരു പോളെങ്കിലും ഒറിജിനൽ ഉണ്ടായാൽ മാത്രമേ ഡിനോമിനേറ്ററിൽ എസ് വരുള്ളൂ. അങ്ങനെ എസ് വന്നാൽ മാത്രമേ എസ് എസും ക്യാൻസൽ ആവുള്ളൂ. കാരണം മിക്ക സ്ഥലത്ത് നമുക്ക് വാല്യൂ വേണ്ട സ്ഥലത്ത് നമുക്ക് ഡിനോമിനേറ്ററിൽ ഈ എസ് വേണം. അപ്പം രണ്ട് കണ്ടീഷൻ സ്റ്റേബിൾ ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒറിജിനൽ ആരും ഉണ്ടാവണം, ഒരു എസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇൻഎഫക്റ്റീവ് ഫൈനൽ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യും, അപ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ഇനി ഒരു ഫംഗ്ഷനിലെ പോൾസിനെ നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? ഹൗ ടു ഫൈൻഡ് പോൾസ് ഓഫ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഒന്നും ചെയ്യാനില്ല, ഡിനോമിനേറ്ററിൻ്റെ നിങ്ങൾ ഇക്വേറ്റ് ഡിനോമിനേറ്റർ ടു 0 ഇക്വേറ്റ് ചെയ്യും. ഇതിലേക്ക് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എസ്സിന് കുറച്ച് വാല്യൂസ് കിട്ടും. ഈ വാല്യൂസ് ആണ് നമ്മുടെ എന്ത് പോൾസ്. ക്ലിയർ? ആ വാല്യൂസ് ആണ് നമ്മളുടെ എന്ത് പോൾസ്. അതുപോലെ തന്നെ പോൾസ് നിങ്ങളെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിൽ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് പോൾസ് അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ റിയൽ പാർട്ട് എടുക്കുക, അതായത് റിയൽ പാർട്ട് ഓഫ് എസ് എടുക്കുക, അത് <0 ആണെന്ന് നോക്കുക. ഓക്കെ, LSPയിലെ പോൾസ് ആണ് നിങ്ങൾ അനലൈസ് ചെയ്യണമെങ്കിൽ റിയൽ പാർട്ട് ഓഫ് എസ്, ഒരു എസ് എഴുതുകയാണെങ്കിൽ സപ്പോസ് എസ് ഈക്വൽ ടു -1 + 2j 1 + 2j എടുത്തു. ഇതിൽ ഏതാണ് LSP ഏതാണ് RSP എന്ന് മനസ്സിലാക്കുക. LSP മനസ്സിലാക്കണമെങ്കിൽ റിയൽ പാർട്ട് ഓഫ് എസ് എടുക്കുക, അത് <0, അതായത് നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. റിയൽ പാർട്ട് ഓഫ് എസ് നെഗറ്റീവ് ആണോ നോക്കുക. റിയൽ പാർട്ട് ഓഫ് എസ് നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ അല്ല. അതായത് ഇതാണ് ഏത് പ്ലെയിനിൽ LSPയിലും, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഏത് പ്ലെയിനിലാണ് വരിക, RSPയിലാണ് വരിക. അതായത് ഇത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരിക പോള്, അപ്പോൾ ഇത് LSPയിലാണ്. അപ്പം നമുക്ക് ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ കണ്ടുപിടിച്ച് ഇത് 1 ആണ് വരുന്നതെങ്കിൽ ഇത് 1, ഇത് -1, ഇത് 1 ആണെങ്കിൽ ഇത് റൈറ്റ് ഹാൻഡ് പ്ലെയിനിലാണ്. ക്ലിയർ? അത്തരത്തിലാണ് നമ്മളതിനെ അനലൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സ്റ്റഡീസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളൊക്കെ നമ്മളവിടെ വരുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, ഇനി എസ് പ്ലെയിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. എസ് പ്ലെയിൻ. ഓക്കെ, എസ് പ്ലെയിനിൽ പറയുമ്പോൾ നമുക്ക് ഈ എസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സിഗ്മ + j⍵. അതായത് സിഗ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ റിയൽ പാർട്ടും j⍵ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്ത് പാർട്ടാണ്, ഇമാജിനറി പാർട്ടുമാണ്, അല്ലെങ്കിൽ ഒമേഗ. ഓക്കെ, അപ്പോൾ ഒരു ആക്സിസ് ഇങ്ങനെ വരക്കുവാണെങ്കിൽ, ഒരു ആക്സിസ് നമ്മളിങ്ങനെ വരക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിഗ്മ, അതായത് ഈ എസിൻ്റെ റിയൽ പാർട്ട്, ഇതാണ് നിങ്ങളുടെ ഒമേഗ. അപ്പോൾ സിഗ്മയും ഒമേഗ എന്നാണ് നമ്മൾ ഇനി മൂലം എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക എസ്സിലാണ് വരക്കുന്നതെങ്കിൽ. എന്നാൽ സിഗ്മ റിയൽ പാർട്ടും ഒമേഗ എന്താണ്, ഇമാജിനറി പാർട്ടുമാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഏത് പ്ലെയിൻ, ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ. ഇതാണ് നിങ്ങളുടെ ഏത് പ്ലെയിൻ, റൈറ്റ് ഹാഫ് പ്ലെയിൻ. LSP എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ, RSP എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാഫ് പ്ലെയിൻ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എസ് ഡൊമൈനും ഒമേഗ ഡൊമൈനും വരക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് എസ് പ്ലെയിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഇനി നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ പോൾ 0 പ്ലോട്ട് ചെയ്യാന്ന് വിചാരിക്കും. അതായത് നമ്മൾ പോൾസിനും 0നെയും പ്ലോട്ട് ചെയ്യാന്ന് വിചാരിക്കും. അതായത് പോൾസിനെയും 0നെയും പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഗ്രാഫിൽ അല്ലെങ്കിൽ നമ്മുടെ പോൾസ് 0 ഗ്രാഫിൽ, എസ് പ്ലെയിനിലെ ഗ്രാഫിൽ ഇഫ് യു ആർ പ്ലോട്ടിങ്, ഒരു എക്സാമ്പിൾ വരാം. ഓക്കെ, s² + 2s + 2 = 0. അതായത് s+1ൻ്റെ ഹോൾ സ്ക്വയർ +1 = 0 നമുക്ക് എഴുതാലോ. അതായത് s+1 ഹോൾ സ്ക്വയർ = -1. ദാറ്റ് ഈസ് s+1 = +or-j. ഓക്കെ, +or-j. പിന്നെ നമുക്ക് -1 വരുമല്ലോ.
-1 അതായത് അപ്പം s+1 = +or-j, s എന്ന് പറയുന്നത് -1 +or-j. ഇതാണ് നിങ്ങളുടെ ഒരു പോൾസ് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോൾസ് കണ്ടുപിടിക്കുക. എന്ന് ഓർക്കുക. ഇനി വേറൊരു ഇക്വേഷൻ തരാം നിങ്ങൾക്ക്. h(s) = k × s+2 ഡിവൈഡഡ് ബൈ s² × s+4 × s² + 2s+2 ആണെന്ന് വിചാരിക്കും. നമ്മളിതിൻ്റെ പോൾസും സീറോസും പറഞ്ഞേ. ഏതൊക്കെയാണ് പോൾസും സീറോസും? ഇവിടെ സീറോസ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലുള്ള സാധനം -2 മാത്രമാണ്. പോൾസ് ഏതൊക്കെയാണ്? s² 2 എണ്ണം, അതായത് 0 0. പിന്നെ s + 4 = 0 എന്ന് പറയുമ്പോൾ -4. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടുപിടിച്ചേ ഉള്ളൂ അല്ലേ? എത്ര പറയാം? -1 + j, അതോടൊപ്പം തന്നെ -1 - j. അതായത് ഇവിടെ മൊത്തം എത്ര പോൾസ് ഉണ്ട്? 1 2 3 4 5 പോൾസ് ഉണ്ട്. ശരിയല്ലേ? അപ്പം 5 പോൾസ് ഉണ്ട്, സീറോസ് ഒന്നേ ഉള്ളൂ. ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് പഠിക്കാം. ഇഫ് യു ആർ ഹാവിങ് എ ഗ്രാഫ് ലൈക്ക് ദിസ്, ഇതാണ് നിങ്ങളുടെ റിയൽ പാർട്ട് ഓഫ് എസ്. ഇവിടെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട് ഓഫ് എസ് വരയ്ക്കുന്നത്. നിങ്ങളുടെ പോൾസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇൻറ്റു വെച്ചും സീറോസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 0 വെച്ചുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം 0 ഡിനോട്ട് ചെയ്യാം. എത്രയാണ്? +2 അല്ലെങ്കിൽ -2. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു -2 വരച്ചു. 0 ഡിനോട്ട് ചെയ്യുന്നു -2. പോൾസ് 0ൽ എത്ര പോളുണ്ട്? 1 2, രണ്ടും 0 തന്നെയാണ്. 0ൽ 2 ആണ്, അതുകൊണ്ട് 2 ഇൻറ്റു ഇവിടെ വരച്ചു. പിന്നെ -4 ഇവിടെ വരച്ചു. പിന്നെ -1 + j, ഇതാണ് നിങ്ങളുടെ +j-യും ഇതാണ് നിങ്ങളുടെ -j-യും. എത്രയിലാണ്? -1-ലാണ്. ഓക്കെ, അപ്പോൾ -1 ഇതാണ് നിങ്ങളുടെ വാല്യൂ, ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്. ഇത്തരത്തിലാണ് നിങ്ങൾ പോൾ 0 പ്ലോട്ടിനെ നമ്മൾ വരക്കേണ്ടത്. നമ്മളെപ്പോഴും പറഞ്ഞു നമ്മൾ ഓക്കെ, അത്ര മതി. പിന്നെ ഈ പറഞ്ഞ പോലെ സിഗ്നിഫിക്കൻസ് ഓഫ് എസിൽ ഒരു ടേമും കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സിഗ്മയും ഒമേഗ എന്ന് പറഞ്ഞല്ലോ, ഈ സിഗ്മയെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് അറ്റന്വേഷൻ ഓർ ഗെയിൻ. ഈ സിഗ്മയെ നമുക്ക് എന്തൊക്കെ ആയിട്ട് വിളിക്കാം? അറ്റന്വേഷൻ അല്ലെങ്കിൽ ഗെയിൻ എന്ന് വിളിക്കാം. ഒമേഗ ഇസ് നത്തിങ് ബട്ട് യുവർ ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ആ ഒരു ടേമും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ സിഗ്മയെ നമ്മൾ അറ്റന്വേഷൻ അല്ലെങ്കിൽ ഗെയിൻ എന്ന് വിളിക്കാം. ഒമേഗയെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ആംഗുലാർ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പോൾ 0 പ്ലോട്ട് നമ്മൾ തുടങ്ങി. ഇനി ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും കുറച്ചും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് 2 ഉണ്ട്. അറ്റ് ദ സെയിം ടൈം വേറെ 2-3 ടോപ്പിക്കുകളും കൂടി പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെബിലിറ്റീൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് തുടങ്ങി അല്ലേ? ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണെങ്കിലാണ് സ്റ്റേബിൾ എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വലിയ വലിയ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്പ്ലെയിനും മറ്റുള്ള കാര്യങ്ങളും പറയാനുള്ളത്. ഇനിയും കുറച്ച് പോൾസും സീറോസിൻ്റെയും കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ കുറച്ച് കണ്ടിന്യൂഷൻ ടോപ്പിക്സും പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്സൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.